Dear students, റീനൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിലെ യൂണിറ്റ് 2-ൽ ബാക്കിയുള്ള പോർഷൻസാണ് ഈ ഓഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ഓഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് അണ്ടർസ്റ്റാൻഡിങ് മാക്രോ ന്യൂട്രിയൻ ആൻഡ് മൈക്രോ ന്യൂട്രിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കായിരുന്നു. അതിൽ 4-മത്തെ പോയിന്റ് സ്പെഷ്യലൈസ്ഡ് ഡയറ്റ്സ്, റീനൽ ഡയറ്റ്, എങ്ങനെയാണ് നമ്മുടെ റീനൽ ഡയറ്റ് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ റീനൽ ഡയറ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ കിഡ്നി ഡിസീസ് ഉള്ളവർക്കാണ് റീനൽ ഡയറ്റ്സ് നമ്മൾ കൊടുക്കുന്നത്. ഇത് മെയിനായിട്ട് നമ്മുടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ന്യൂട്രിയൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ പ്രോട്ടീൻ, സോഡിയം, പൊട്ടാസ്യം, ഫോസ്ഫറസ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസിനെ, അതുപോലെ തന്നെ വൈറ്റമിൻസിനെയൊക്കെ കുറയ്ക്കുക എന്നുള്ളതാണ് ഈ റീനൽ ഡയറ്റ്സിൽ വരുന്നത്. ഈ റീനൽ ഡയറ്റിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പറയുന്നത് പ്രോട്ടീനാണ്. പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിഡ്നീസ് പ്രോസസ്സ് ചെയ്തിട്ട് പ്രോട്ടീൻ വേസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും പ്രോട്ടീൻ്റെ ഇൻടേക്ക് എന്ന് പറയുന്നത് നമുക്ക് റിഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിലാണ് നമുക്ക് കൂടുതലായിട്ടുള്ള പ്രോട്ടീൻ വേസ്റ്റ് നമ്മുടെ കിഡ്നിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രോട്ടീൻ്റെ അളവ് നമ്മൾ കഴിക്കുന്നത് കുറയ്ക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂസ് ഹൈ ക്വാളിറ്റി ലീൻ പ്രോട്ടീൻസ് ലൈക്ക് ഫിഷ്, പോൾട്രി ആൻഡ് എഗ്സ്, ഇതൊക്കെ നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വരുന്നത് സോഡിയമാണ്. സോഡിയം എന്ന് പറയുമ്പോൾ നമുക്ക് സോഡിയം കുറയ്ക്കുന്നത് വഴി ബ്ലഡ് പ്രഷറിനെ നമുക്ക് നിയന്ത്രിക്കാനും അതുവഴി നമ്മുടെ ഫ്ലൂയിഡ് ബാലൻസ് നിലനിർത്താനായിട്ടും സാധിക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ കിഡ്നി ഫംഗ്ഷനെ ഏറ്റവും എസെൻഷ്യലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് സോഡിയത്തിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോസസ്ഡ് ഫുഡുകൾ ലിമിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സോൾട്ടി സ്നാക്സ്, ക്യാൻഡ് ഫുഡ്സ്, ഇതിൻ്റെയൊക്കെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. പിന്നെ ഹെർബ്സ് അതുപോലെ തന്നെ സ്പൈസസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫ്ലേവേഴ്സിന് വേണ്ടി ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യാം. അടുത്ത് വരുന്നത് പൊട്ടാസ്യമാണ്. ഹൈ ആയിട്ട് പൊട്ടാസ്യം ലെവൽ ഉണ്ട് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടാവാനായിട്ട് സാധ്യതകൾ ഉണ്ട്. പിന്നെ നമുക്ക് ഈ പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ പൊട്ടാസ്യം റിച്ച് ഫുഡ്സ് ആയിട്ടുള്ള ബനാനാസ്, ഓറഞ്ച്, പൊട്ടാറ്റോസ്, ടൊമാറ്റോസ് ഇതൊക്കെ നമ്മൾ കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്ത് വരുന്നത് ഫോസ്ഫറസ് ആണ്. എക്സസ് ആയിട്ട് ഫോസ്ഫറസ് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ ബോൺസിനെ നശിപ്പിക്കാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. കാരണം നമ്മുടെ കിഡ്നി ഫംഗ്ഷൻ കൃത്യമായിട്ട് നടക്കാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സസ് ആയിട്ട് വരുന്ന ഫോസ്ഫറസ് നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷനെയാണ് ഇത് ബാധിക്കുന്നത്. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഹൈ ഫോസ്ഫറസ് ഫുഡുകളായിട്ടുള്ള ഡയറി പ്രൊഡക്ട്സ്, നട്ട്സ്, സീഡ്സ്, ഡാർക്ക് സോഡാസ് ഇതൊക്കെ നമ്മൾ കുറയ്ക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ വരുന്നത് സ്റ്റെപ്സ് ഫോർ പ്ലാനിങ് എ റീനൽ ഡയറ്റ്. എന്തൊക്കെ സ്റ്റെപ്പുകളാണ് നമ്മളൊരു റീനൽ ഡയറ്റിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത് പറയുന്നത് ഐഡൻറ്റിഫൈ ദ പേഷ്യൻ്റ് സ്റ്റേജ് ഓഫ് കിഡ്നി ഡിസീസ്, അതായത് ഏത് സ്റ്റേജിലാണ് നമ്മുടെ പേഷ്യൻ്റ് ഈ ഒരു കിഡ്നി ഡിസീസിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ പ്രോട്ടീൻ്റെയൊക്കെ ആവശ്യമില്ലായ്മയൊക്കെ നമുക്ക് വരുന്നത് അതിൻ്റെ സ്റ്റേജിനനുസരിച്ചിട്ട്, പ്രോട്ടീനിന് മാത്രമല്ല ബാക്കി എല്ലാ മിനറൽസിൻ്റെ ഒക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് സ്റ്റേജ് എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. രണ്ടാമത് പറയുന്നത് വർക്ക് വിത്ത് എ ഡയറ്റീഷ്യൻ. നമ്മളൊരു ഡയറ്റീഷ്യനോടൊപ്പം നിന്ന് കഴിഞ്ഞിട്ട് അയാൾ തരുന്ന പ്ലാനിങ്ങിനനുസരിച്ചിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കേണ്ടത്. നെക്സ്റ്റ് ഫോക്കസ് ഓൺ ന്യൂട്രിയൻ്റ് ഡെൻസ്, ലോ സോഡിയം ആൻഡ് ലോ പൊട്ടാസ്യം ഫുഡ്സ്. നമ്മളെപ്പോഴും ന്യൂട്രിയൻ്റ് ഡെൻസ് ആയിട്ടുള്ള, അതുപോലെ തന്നെ സോഡിയത്തിൻ്റെ അളവും പൊട്ടാസ്യത്തിൻ്റെ അളവും ഒക്കെ കുറവുള്ള ഫുഡുകൾ വേണം ചൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ആപ്പിൾ, ബെറീസ്, കോളിഫ്ലവർ, ക്യാബേജ്, വൈറ്റ് റൈസ് ഇതൊക്കെ നമുക്ക് സേഫ് ആയിട്ടുള്ള ഓപ്ഷനാണ്. നമ്മളൊരു കൃത്യമായിട്ട് നമുക്കൊരു ഒരു ഡയറ്റീഷ്യനെ കണ്ട് നമ്മുടെ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഏത് തരത്തിലുള്ള ഫുഡുകൾ എത്ര അളവിൽ നമുക്ക് കഴിക്കണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്ത വരുന്നത് അഡ്രസ്സിങ് അതർ സ്പെഷ്യലൈസ്ഡ് ഡയറ്റ്സ് ആണ്. അതിൽ വരുന്നത് ഫസ്റ്റ് ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഡയബറ്റീസ് ഉള്ള ആളുകൾ ഷുഗറുള്ള ബ്ലഡ് ഷുഗറിനെ നിയന്ത്രിക്കണം. അതുകൊണ്ട് തന്നെ ഷുഗറുള്ള ഐറ്റംസ് അധികം കഴിക്കാനായിട്ട് പാടില്ല. അപ്പോൾ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫുഡ്സ് അതെങ്ങനെയാണ്, അതേതൊക്കെയാണ് വരുന്നത്? വാൾ ഗ്രെയിൻസ്, ലെഗ്യൂംസ്, നോൺ സ്റ്റാർച്ച് വെജിറ്റബിൾസ് ഒക്കെയാണ് വരുന്നത്. പിന്നെ പോർഷൻ കൺട്രോൾ എന്ന് പറയുമ്പോൾ അത് നമുക്ക് ബ്ലഡ് ഷുഗർ സ്പൈക്കുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാലൻസ്ഡ് കാർബോഹൈഡ്രേറ്റ്സ് വഴി നമുക്ക്
സ്പ്രെഡ് ത്രൂ ഔട്ട് ദ ഡേ ടു മെയിൻറ്റെയിൻ സ്റ്റേബിൾ ബ്ലഡ് ഷുഗർ. അതായത് നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ബ്ലഡ് ഷുഗർ നമ്മുടെ ശരീരത്തിൽ നിലനിർത്താൻ സാധിക്കുന്നു. ഇനി ഇതിൻ്റെ സ്കിൽ എന്ന് പറയുന്നത് ലേൺ ടു കൗണ്ട് കാർബോഹൈഡ്രേറ്റ് ആൻഡ് മോണിറ്റർ ദെയർ ഇമ്പാക്റ്റ് ഓൺ ബ്ലഡ് ഷുഗർ. അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്താണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു രീതി തിരഞ്ഞെടുത്തത് വഴി നമ്മുടെ ബ്ലഡ് ഷുഗറിൽ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചിലപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും നമുക്ക് നമ്മുടെ എന്താ പറയുക ബ്ലഡ് ഷുഗറിൻ്റെ വാല്യൂസിൽ വ്യത്യാസങ്ങളില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെയും ചില കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ ടെസ്റ്റൊക്കെ ചെയ്യുക ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഹാർട്ട് ഹെൽത്തി ഡയറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് മെയിനായിട്ട് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ്സ്, കൊളസ്ട്രോള്, സോഡിയം ഇതിനെയൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറയ്ക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഹെൽത്തി ഫാറ്റ്സ് ഉള്ള ഫുഡുകൾ നമുക്ക് കഴിക്കാം. അപ്പോൾ ഈ ഹാർട്ട് ഹെൽത്തി ഡയറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക, അതായത് ഹോൾ ഗ്രെയിൻസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുവഴി നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉള്ള ഫിഷ് ആയിട്ടുള്ള നമുക്ക് സാൽമണിനൊക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ സാൽമണൊക്കെ ഹാർട്ട് ഡിസീസ് റിസ്കുകൾ കുറയ്ക്കുന്നതാണ്. പിന്നെ ലിമിറ്റ് അൺഹെൽത്തി ഫാറ്റ്സുകളെ നിയന്ത്രിക്കുക, അതായത് കട്ട് ബാക്ക് ഓൺ ട്രാൻസ് ഫാറ്റ്സ് ഫൗണ്ട് ഇൻ ഫ്രൈഡ് ആൻഡ് പ്രോസസ്ഡ് ഫുഡും അതുപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡുകളൊക്കെ കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഇതിൻ്റെ സ്കില്ലെന്ന് പറയുന്നത് പ്ലാൻ മീൽസ് ദാറ്റ് മിനിമൈസ് അൺഹെൽത്തി ഫാറ്റ്സ് ആൻഡ് പ്രയോറിറ്റൈസ് ഹാർട്ട് പ്രൊട്ടക്റ്റീവ് ന്യൂട്രിയൻസ്. അതായത് നമുക്ക് ഈ മീൽസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതോടൊപ്പം തന്നെ അൺഹെൽത്തി ഫാറ്റ്സുകൾ നമ്മുടെ ഫുഡിൽ നിന്ന് കുറയ്ക്കുക. അതുവഴി നമുക്ക് ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് മീൽ പ്ലാനിങ് സ്ട്രാറ്റജീസ് ആണ്. മീൽ പ്ലാനിങ് സ്ട്രാറ്റജി എന്ന് പറയുമ്പം നമുക്കത് നമുക്ക് ബാലൻസ്ഡ് ഓർ സ്പെഷ്യലൈസ്ഡ് ഡയറ്റാണ് ഈ മീൽ പ്ലാനിങ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന ടെക്നിക്സുകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൽ പ്രപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ മീൽസൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അതായത് നമുക്ക് ഒരു ബാലൻസ്ഡ് മീൽസ് ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നമുക്ക് ഇത്ര പോർഷൻസ് നമ്മളിപ്പോൾ വീട്ടിൽ സാധാരണയായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡാണെങ്കിലും അതിൽ ഇത്രത്തോളം നമുക്ക് കൊളസ്ട്രോൾ ഉള്ള ഐറ്റംസ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് നമുക്ക് കഴിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്ലാൻ അറൗണ്ട് ഫുഡ് ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ യൂസ് മീൽ പ്ലാനിങ് ആപ്സ് ഓർ ക്രിയേറ്റ്. അതായത് നമുക്ക് ഒരു മീൽ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പോ അല്ലെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മുടെ ഫോണിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് മീൽസ് പ്ലാനിങ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി അപ്പോൾ അങ്ങനെയുള്ള മാസികകളോ ഇല്ലെങ്കിൽ നെറ്റ് വഴി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞിട്ട് എത്രത്തോളം ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പ്രോട്ടീൻസ്, ഹോൾ ഗ്രെയിൻസ് ഒക്കെ കഴിക്കണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനത്തിലാക്കാം. പിന്നെ ബാച്ച് കുക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഫുഡ് പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് നമ്മൾ ചെയ്യുക. അതായത് നമ്മളിപ്പോൾ റോസ്റ്റ് ചിക്കൻ ഫോർ സലാഡ്സ്, സാൻഡ്വിച്ചസ് ആൻഡ് സൂപ്സ്, അതായത് നമ്മൾ ചിക്കൻ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിലും വല്ലാണ്ട് കഴിക്കാത്ത രീതിയിൽ എല്ലാത്തിലും അത് വരുന്ന രീതിയിലാക്കിയിട്ട് നമ്മൾ കഴിക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കാം. ഞാൻ എൻ്റെ സ്കില്ല് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസ് മീൽ പ്ലാനിങ് ടെംപ്ലേറ്റ്സ് ആൻഡ് ആപ്സ് ടു ഡിസൈൻ ബാലൻസ്ഡ് മെന്യൂസ് ദാറ്റ് മീറ്റ് ഡെയിലി ന്യൂട്രീഷണൽ നീഡ്സ്. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് എപ്പോഴും ബാലൻസ്ഡ് ഡയറ്റ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡയറ്റ് പ്ലാൻ തയ്യാറാക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഐറ്റംസ് ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒന്നും ചോർന്നു പോകാത്ത രീതിയിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും വേണം, എന്നാൽ അളവ് കുറയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്നത് കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് അഡാപ്റ്റേഷൻ ആണ്. അപ്പോൾ ന്യൂട്രീഷണൽ സയൻസ് ഈസ് കണ്ടിന്യൂയിങ്, ഇവോൾവിങ് ആൻഡ് സ്റ്റേയിങ് അപ് ടു ഡേറ്റ് ഓൺ ന്യൂ റിസർച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ പ്ലാനിങ് ഡയറ്റ് ഇഫക്റ്റീവ്ലി. അപ്പോൾ കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് അഡാപ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം കൂടുതൽ പേരും നമുക്ക് തടി കുറയ്ക്കുക, ഡയറ്റ് എടുക്കുക അങ്ങനെയുള്ള ശീലമുള്ളവരായിരിക്കുക. അപ്പോൾ നമുക്ക് പലതരത്തിൽ നമുക്കിപ്പോൾ കൃത്യമായിട്ട് ഇപ്പോൾ ഡോക്ടറെ കാണണ്ട, പക്ഷേ നമുക്ക് ആപ്പുകളൊക്കെ വഴി നമുക്ക് ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഏത് തരത്തിലുള്ള ഫുഡ് ലഭിക്കണം ഇല്ലെങ്കിൽ എങ്ങനെ കഴിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. കീപ് ലേണിംഗ്, അതായത് ഇതിനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുക. അപ്പോൾ നമുക്ക് ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്, അറ്റൻഡ് വർക്ക്ഷോപ്സ്, അതുപോലെ തന്നെ നമുക്കിതുപോലെയുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് തരുന്ന നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കസ്റ്റമൈസ് ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ നീഡ്സ്,
നമുക്ക് ഇൻഡിവിജ്വൽ നീഡ്സിനനുസരിച്ച് വേണം നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതായത് ഓരോരുത്തരും ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു ഡയറ്റ് എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും ഒരേപോലെയുള്ള ഡയറ്റ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അവരുടെ വയസ്സിനനുസരിച്ച്, ഹെൽത്ത് സ്റ്റാറ്റസിനനുസരിച്ച്, ആക്ടിവിറ്റി ലെവലിനൊക്കെ അനുസരിച്ചിട്ടുള്ള പ്ലാനിങ് ആയിരിക്കണം നമുക്ക് ഡയറ്റിന് ഉണ്ടായിരിക്കേണ്ടത്. ഇനി ഇതിൻ്റെ സ്കില്ല് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേ ഇൻഫോംഡ് അബൌട്ട് ന്യൂ ന്യൂട്രീഷൻ റെക്കമെൻഡേഷൻ ആൻഡ് അഡാപ്റ്റ് ഡയറ്റ് പ്ലാൻസ് ആസ് നീഡഡ്. അതായത് അവർ എന്ത് തരത്തിലുള്ള ഡയറ്റാണ് ഉപയോഗിക്കാനായിട്ട് വിചാരിക്കുന്നത്, അതിനനുസരിച്ചുള്ള ഡയറ്റ് പ്ലാൻ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കാം.